ഇസ്രായേലിലെ ഏറ്റവും തീവ്രമായ കാട്ടുതീകളിലൊന്നാണ് കഴിഞ്ഞ ദിവസം മുതൽ പടർന്നു പിടിച്ചത്. വരണ്ട കാലാവസ്ഥയും കനത്ത കാറ്റും കൂടി ചേർന്നപ്പോൾ ദ്രുതഗതിയിൽ കാട്ടുതീ പടർന്നു പിടിച്ചു. തീ അനിയന്ത്രിതമായി പടർന്നതോടെ ദേശീയ അടിയന്തരാവസ്ഥയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു. കാട്ടുതീ ജെറുസലേം നഗരത്തിനെ വിഴുങ്ങാനായി പടർന്നു പിടിച്ചത് വലിയ ആശങ്കയുയർത്തി. അതോടെ ജെറുസലേമിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകി. ജെറുസലേമിൻ്റെ പ്രാന്തപ്രദേശങ്ങളെ കാട്ടുതീ ബുധനാഴ്ചയാണ് ജെറുസലേമിന് പടിഞ്ഞാറുള്ള കുന്നുകളിൽ തീ പടർന്നത്. മെസിലത്ത് സിയോണിനടുത്തുള്ള എസ്താവോൾ വനത്തിൽ നിന്ന് ആരംഭിച്ച കാട്ടുതീ പ്രതികൂല കാലാവസ്ഥ കൂടിയായപ്പോൾ വേഗത്തിൽ പടർന്നു. രാജ്യത്ത് ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ തീപിടുത്തമാണിതെന്നാണ് ജെറുസലേമിലെ ജില്ലാ അഗ്നിശമന വകുപ്പ് കമാൻഡർ മാധ്യമങ്ങളോട് പറഞ്ഞത്. പ്രധാന ഹോട്ട്സ്പോട്ടുകളിൽ ഭൂരിഭാഗവും അഗ്നിശമന സേനാംഗങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെന്നാണ് രാജ്യത്തെ വനങ്ങളുടെ നിയന്ത്രണമുള്ള ജൂയിഷ് നാഷണൽ ഫണ്ട് പറയുന്നത്. അവശേഷിക്കുന്ന ഹോട്ട്സ്പോട്ടുകളിലെ തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നതായും ജൂയിഷ് നാഷണൽ ഫണ്ട് അറിയിച്ചു. ഒഴിപ്പിക്കൽ ഉത്തരവുകൾ പിൻവലിച്ചിട്ടുണ്ട്. ടെൽ-അവീവിനും ജെറുസലേമിനും ഇടയിലുള്ള പ്രധാന പാത ഉൾപ്പെടെയുള്ള ഹൈവേകൾ വീണ്ടും തുറന്നു. വെള്ളിയാഴ്ചയോടെ തീപിടുത്തത്തിൽ ഏകദേശം 6000 ഏക്കർ ഭൂമി കത്തിനശിച്ചു. അതിൽ 2000 ഏക്കർ വനവും ഉൾപ്പെടുന്നു. മുന്തിരിത്തോട്ടങ്ങളും വലിയ മരങ്ങളും ഉൾപ്പെടെയുള്ള കൃഷിയിടങ്ങൾക്കും കെട്ടിടങ്ങൾക്കും കനത്ത നാശനഷ്ടം ഉണ്ടായതായി പ്രദേശവാസികളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തീപിടുത്ത ബാധിത മേഖലകളിലേക്ക് പ്രദേശവാസികൾ തിരിച്ചെത്തി തുടങ്ങിയിട്ടുണ്ട്. തീപിടുത്തം ജെറുസലേമിലെ പൗരന്മാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തിയിരുന്നു. മണിക്കൂറിൽ 60 മൈൽ വേഗതയിൽ വീശുന്ന കാറ്റ് സ്ഥിതിഗതികൾ വെല്ലുവിളി നിറഞ്ഞതാക്കി. തീപിടുത്തങ്ങൾ ഉയർത്തുന്ന ഭീഷണി സമീപഭാവിയിൽ വർദ്ധിക്കുമെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. തീപിടുത്തത്തെ ഒരു ദേശീയ അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിച്ചുകൊണ്ട് കാട്ടുതീ ജെറുസലേമിലെത്തുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു. പടിഞ്ഞാറൻ കാറ്റിന് ജെറുസലേമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്കും നഗരങ്ങളിലേക്ക് പോലും എളുപ്പത്തിൽ തീ പടർന്നു പിടിപ്പിക്കാൻ കഴിയുമെന്നാണ് നെതന്യാഹു എന്ന് പറഞ്ഞത്. പ്രദേശത്ത് പുക കാരണം കുറഞ്ഞത് 1 ഡസൻ ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചില അഗ്നിശമന സേനാംഗങ്ങൾക്കും പരിക്കേറ്റു. കാട്ടുതീയെ തുടർന്ന് ഇസ്രായേലിൻ്റെ സ്മാരക ദിന സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച മൗണ്ട് ഹെർലസിൽ നടത്താനിരുന്ന ഒരു പ്രധാന പരിപാടി ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ റദ്ദാക്കി. കാട്ടുതീയുടെ കാരണം അധികൃതർ അന്വേഷിക്കുന്നുണ്ട്. തീപിടുത്തത്തിന് കാരണക്കാരെന്ന് സംശയിക്കുന്ന നിരവധി വ്യക്തികളെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. Ten!